അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കണേന് നല്ല മണവും നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഗതം. എല്ലാവരും സുഖമാണെന്നുള്ളൊരു വിശ്വാസം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് നല്ലൊരു ചിക്കൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ ഞാൻ പല രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് നല്ലൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും എന്തൊക്കെ ചേരുവകളാണ് ഞാൻ അതിൽ ചേർക്കുന്നതെന്നൊക്കെ നേരാണ് കിച്ചണിൽ പോയിട്ട് കാണാം. അപ്പോൾ എല്ലാ മക്കൾക്കും സുഖമാണെന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ നേരാണ് കിച്ചണിലോട്ട് പോകാൻ വരും. അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് ഞാൻ മോൻ കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ഇതിൽ സ്കിൻ കളയാതെ എടുക്കണതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്താണ് അവൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, ചെറിയ ടീസ്പൂണിൽ ഞാനൊരു 3/4 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടി. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണോളം മുളക് പൊടി കേട്ടോ ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഞാൻ ഒരു ടീസ്പൂണോളം ഈ വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. നമ്മൾക്കിത് ശരിക്കും കൂട്ടി യോജിപ്പിക്കണം. ഇതിലോട്ട് തന്നെ നമ്മൾക്ക് ഇതേ ഞാൻ തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് ഞാൻ നല്ല തണുത്ത, ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തണുത്തോളം ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും മതി. ഞാൻ നല്ല തണുത്ത വെള്ളം തന്നെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഞാനൊരു 2 മണിക്കൂറോളം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ ഇതുപോലെ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് എടുത്തിട്ട് വേണം മറ്റ് സാധനങ്ങളൊക്കെ ചേർത്ത്. അപ്പോൾ ഇത് ഞാനൊന്നിങ്ങനെ വരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് വരയണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഇത് തോലോടുകൂടി ആയിരുന്നെങ്കിൽ, തോലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എൻ്റെ സ്കിന്നോടുകൂടി ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. സ്കിന്ന് കളഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ 2 മണിക്കൂറായിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇതിങ്ങനെ ഒന്ന് ഊറ്റിക്കളയട്ടെ. അപ്പോൾ അതേ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. 1 ടീസ്പൂണോളം സോയാ സോസ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചതച്ച് ഇങ്ങനെ പേസ്റ്റാക്കിയത്, പിന്നെ നമ്മൾ മാഗി മേടിക്കുമ്പോൾ കിട്ടുന്ന പാക്കറ്റാണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കാം കേട്ടോ. ഇതൊരു പാക്കറ്റും. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ മസാല എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ചിക്കൻ നമ്മളിവിടെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നെല്ലാം കൂടെ ഒന്ന് പുരട്ടിയെടുക്കണം. വീണ്ടും ഇതെല്ലാം കൂടി പുരട്ടിയിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. വീണ്ടും ഇതൊരു 10 മിനിറ്റ് ഞാനൊന്ന് അടച്ചിട്ട്, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഒരു ബൗൾ മൈദ, അതുപോലെ ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി, കുറച്ച് ഉപ്പുപൊടി, പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം.
ഉപ്പും നമ്മളുടെ കുരുമുളക് പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടി എല്ലാം ഇവിടെ നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ മിക്സാക്കി എടുക്കണം. നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇനി ഞാൻ ചെയ്യുന്നത്, ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുകാണുന്ന ബെല്ലൈക്കനും ഓളൊക്കെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണം കേട്ടോ. ഇനി ഇവിടെ ചെയ്യുന്നത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്കൊന്ന് കോട്ട് ചെയ്യണം. നല്ലപോലെ ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് കോട്ട് ചെയ്തതിന് ശേഷം ഇതൊന്നിങ്ങനെ കുടഞ്ഞതിന് ശേഷം എല്ലാ വശവും ഒരുപോലെ കോട്ട് ചെയ്യണം കേട്ടോ. നല്ല പോലെ കോട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാ പച്ചവെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ വെള്ളത്തിലോട്ട് ഒന്ന് മുക്കണം. എല്ലാ വശവും ഒന്ന് മുക്കിയതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇതിങ്ങനെ എടുക്കുകയാണ്. വീണ്ടും നമ്മൾ ഇതിലോട്ട് വീണ്ടും ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം ഇതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്ത് ഇതിലുള്ള പൊടികൾ കംപ്ലീറ്റ് ഇതിൽ നിന്ന് ഒഴിവാക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് ഇതുപോലെ ഞാൻ എല്ലാം ഇതുപോലെ ആക്കിയെടുക്കട്ടെ. അപ്പം ഞാനിത് ഒരെണ്ണയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി വേഗം ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാൻ ഇത് കണ്ടില്ല, എല്ലാത്തിലും ഞാൻ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ പൊടിയെല്ലാം മിക്സ് ചെയ്ത് പുരട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ചട്ടി വെക്കണം. അപ്പോൾ അതേ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാനേ പാടില്ല കേട്ടോ. സൺഫ്ലവർ തന്നെ ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഏതെങ്കിലും ഓയിൽ. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓരോന്നിട്ടാണ് ഇട്ട് കൊടുക്കാം. ഓരോ പീസായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒത്തിരി അങ്ങോട്ട് അടുപ്പിച്ചിടരുത്. ഇനി ഒരെണ്ണം കൂടി ഇടാം. ഇനി ഇത് നല്ലപോലെ ഒത്തിരി അങ്ങോട്ട് തീ കൂട്ടാനും പാടില്ല, മീഡിയത്തിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഉള്ളു വേഗം ചെയ്യണം, എന്നാൽ പുറം പെട്ടെന്ന് കരിയാനും പാടില്ല. ആ രീതിയിൽ വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് മറിച്ചിടാം. ഓരോന്നായിട്ട് അത് ഞങ്ങൾ നിൽക്കണ അസൗകര്യം കൊണ്ടിട്ട് രണ്ട് കൈ കൊണ്ട് വേണം ഇത് മറിച്ചിടാം. ഇതും കൂടി ഞാനൊന്ന് മറിച്ചിടട്ടെ. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ ഞാൻ മീഡിയത്തിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് രണ്ട് സൈഡും മുരിഞ്ഞിട്ട് ഞാനിത് കോരിയെടുക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഓരോന്നായിട്ടാണ് കോരി. ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇട്ട് കൊടുക്കട്ടെ. ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് എല്ലാം ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് രണ്ട് സൈഡും നല്ല പോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇതപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കോരി എടുക്കട്ടെ. ഓരോന്ന് ഞാൻ കോരിട്ട് പ്ലേറ്റോടെ തന്നെ വെക്കുകയാണ്. അപ്പോൾ എല്ലാം ഞാൻ കോരി എടുക്കട്ടെ കേട്ടോ. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ അസൗകര്യം നല്ല പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പല രീതിയിലും ചിക്കൻ ഫ്രൈ തയ്യാറാക്കാറുണ്ടല്ലോ. ഇന്നത്തെ ചിക്കൻ ഫ്രൈ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നല്ല എന്താ പറയുക, ചൂടുണ്ട്, അത് ഞാൻ സത്യത്തിൽ ഇത് എടുക്കാത്തത്. നല്ല
കൈ പൊള്ളണ്ട എൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ട്രൈ ചെയ്ത അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരും നന്ദി പറഞ്ഞ് നിങ്ങളുടെ സ്വന്തം മാമിനി താത്ത. ഓക്കെ ബൈ, താങ്ക് യു.